ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ്. ഇതിനായി നമ്മൾ ഫസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുക്കണം. 2 പൊട്ടാറ്റോസ് എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് മീഡിയം സൈസിൽ സ്ലൈസ് ചെയ്തെടുക്കണം. ഈ പൊട്ടാറ്റോ സ്ലൈസിനെ നന്നായി വാഷ് ചെയ്തെടുക്കണം. ഈ പൊട്ടാറ്റോസിനെ ഒരു ബൗളിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു പാനിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് സാൾട്ട് ഇട്ട് സോക്ക് ചെയ്ത പൊട്ടാറ്റോ സ്ലൈസിനെ ഇട്ട് 4 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഈ പൊട്ടാറ്റോസിനെ ഒരു ടവലിലേക്ക് മാറ്റി വെക്കണം. ടിഷ്യൂ വെച്ച് വെള്ളം കളഞ്ഞെടുക്കണം. ഈ വേവിച്ച് വെച്ച പൊട്ടാറ്റോസിനെ ഒരു സൈഡിലേക്ക് ചൂടാറാൻ മാറ്റി വെക്കാം. ഈ ടൈമിൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, സാൾട്ട്, 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂണ് സോയാ സോസ്, കുറച്ച് ലെമൺ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കട്ട് ചെയ്ത ചിക്കൻ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കണം. പത്ത് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. വേവിച്ച് ചൂടാറാൻ വെച്ച ഫ്രഞ്ച് ഫ്രൈസിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഫ്രൈ ആകണമെന്നില്ല, പകുതി ഫ്രൈ ആയാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത പൊട്ടാറ്റോസിനെ ഒന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയ പൊട്ടാറ്റോസിനെ വീണ്ടും ഫ്രൈ ചെയ്തെടുക്കണം. 2 പ്രാവശ്യം ഫ്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് ക്രിസ്പിയായ പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടുള്ളൂ. ഇനി ഞങ്ങൾക്ക് വൈറ്റ് സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ മെൽട്ടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് നന്നായി തിക്കായി വരുന്നവരെ മിക്സ് ചെയ്തെടുക്കണം.
ഇതിലേക്ക് പെപ്പറും സാൾട്ടും ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇവിടെ നമ്മൾ സെറ്റാക്കി എടുക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വൈറ്റ് സോസ് ഇട്ട് ഒന്ന് നിരത്തി കൊടുക്കണം. സെക്കൻഡ് ലെയറായി ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ടോപ്പിലേക്ക് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് നമ്മൾ റെഡിയാക്കി വെച്ച ഫ്രഞ്ച് ഫ്രൈസിനെ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ചീസ് മെൽട്ടായി കിട്ടുന്നവരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.